കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF വർഷങ്ങളായി നടത്തി വരുന്ന 32ാമത് സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമുക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യൂണിറ്റ്, സെക്ടർ, ഡിവിഷൻ, അത് കഴിഞ്ഞ് ജില്ലാതലം, പിന്നെ സ്റ്റേറ്റ്, പിന്നെ നാഷണൽ ലെവൽ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഘടകങ്ങളിലൂടെ കലാപരമായും സാംസ്കാരിക മേഖലകളിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മത്സരങ്ങളിലൂടെ വിദ്യാർത്ഥികൾ അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് ഓരോ ഘട്ടം വിജയിച്ചുകൊണ്ടാണ് നാഷണൽ ലെവൽ വരേക്ക് മത്സരിക്കുക. കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള വ്യത്യസ്ത യൂണിറ്റുകൾ മുതൽ ഇതിനെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ ജില്ലാ സാഹിത്യോത്സവം നടക്കുന്നത് പറവൂർ കുന്നുകരയിൽ വെച്ചുകൊണ്ടാണ്. ഓരോ സാഹിത്യോത്സവങ്ങളും മുമ്പോട്ട് വെക്കുന്നത് വലിയൊരു തീമുകൾ കൂടിയുണ്ട്, കുറേ സന്ദേശങ്ങൾ കൂടിയുണ്ട്. ഇത്തവണത്തെ SSFൻ്റെ ജില്ലാ സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീം എന്നുള്ളത് അരികത്തിരിക്കലിൻ്റെ ആഖ്യാനം എന്നുള്ളതാണ്. നമുക്കറിയാം, SSF പ്രധാനമായിക്കൊണ്ടും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പുതിയ കാലഘട്ടത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളും അവരെ പിടികൂടുന്ന വിഷാദങ്ങളും വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളും ഏറെ നാം ആശങ്കാകുലരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അവരെ കേൾക്കുവാനും അവരുടെ ആവശ്യങ്ങളെ പുറത്തെത്തിക്കുവാനും ഒന്ന് കൂട്ടിരിക്കുവാനും ഒക്കെയുമാണ് ഈ ഒരു സാഹിത്യോത്സവ ഭാഗമായിക്കൊണ്ട് മുന്നോട്ട് വെക്കുന്ന വലിയ ഒരു സന്ദേശം. അരികത്തിരുന്നു കൊണ്ട് അവരുടെ ആവശ്യങ്ങളെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാലാകാലങ്ങളായിക്കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിരന്തരം പുറത്തേക്ക് പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് അവരെ ആംപ്ലിഫൈ ചെയ്തുകൊണ്ട് SSF കൂട്ടുകാരായിട്ടുണ്ട്. സാഹിത്യോത്സവം എന്നുള്ളത് ഏകദേശം 180ഓളം പരിപാടികളടങ്ങിയ വ്യത്യസ്ത ഘടകങ്ങളിലായിക്കൊണ്ട് അത് ജൂനിയർ, സീനിയർ, ഹയർ സെക്കൻഡറി, ക്യാമ്പസ് എന്നീ വ്യത്യസ്ത ഘടകങ്ങളായിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ മത്സരിക്കുക. വലിയ വീറുറ്റ, വളരെ വാശിയേറിയ, വളരെ ക്വാളിറ്റി ഉള്ളതായ ധാരാളം മത്സരങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്തവണത്തെ 38ാം സാഹിത്യോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പറവൂർ കുന്നുകരയിൽ വെച്ചിട്ടുകൊണ്ടാണ് ഇപ്പോൾ സാഹിത്യോത്സവം അണിയൊരു വേദി ഒരുങ്ങുന്നത്. ഏകദേശം 7 വേദികളിലായിക്കൊണ്ടാണ് ഒരേ സമയം സാഹിത്യോത്സവത്തിൻ്റെ എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാഹിത്യോത്സവ മത്സരങ്ങൾ മാത്രമല്ല, സമൂഹത്തിന് കേൾക്കേണ്ടതും അറിയേണ്ടതുമായ ധാരാളം പാനൽ ഡിസ്കഷനുകളും ചർച്ചകളുമൊക്കെയും ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നാം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പരിസരപ്രവർത്തകനായ CR നീലകണ്ഠൻ, സാഹിത്യകാരൻ ടി അനിൽകുമാർ, ഇവരൊക്കെയും നമ്മുടെ ഈ സാഹിത്യോത്സവം ഭാഗമായിക്കൊണ്ട് പല ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ സമൂഹത്തിനെ പുനരുദ്ധീകരണത്തിന് ആവശ്യമായ വിദ്യാർത്ഥികളുടെ വലിയ ഉന്നമനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി സാഹിത്യോത്സവത്തിന്റെ ഭാഗമായിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്നു. കുന്നുകരയിൽ ഒരു മെയിൻ വേദി എന്ന് വെച്ചാൽ അഹാന ഓഡിറ്റോറിയമാണ്.